നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫെബ്രുവരി 15 വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിക്കുകയാണ് എന്നവരുടെ ഗവൺമെൻറ് ഒഫീഷ്യലി ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കളി നടക്കുന്നത് കൊളംബോയിലാണ്, ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. പക്ഷേ പാകിസ്ഥാൻ കളിക്കാനില്ലെങ്കിലും ഇന്ത്യ ആ കളിക്കായിട്ട് കൊളംബോയിലേക്ക് പോകും. അവിടെ പോകും, പതിവ് പോലെ പ്രാക്ടീസ് ചെയ്യും, പതിവ് പോലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസും നടത്തും, കളിക്കായിട്ട് കൃത്യസമയത്ത് സ്റ്റേഡിയത്തിൽ എത്തുകയും ചെയ്യും. ഇതാണിപ്പോൾ ANI പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. BCCIയുടെ സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. മെൻസ് T20 വേൾഡ് കപ്പ് 2026 ഇന്ത്യ വിൽ ട്രാവൽ ടു ശ്രീലങ്ക ഓൺ 15 ഫെബ്രുവരി ആൻഡ് ഫോളോ ICC പ്രോട്ടോകോൾ. ഇന്ത്യ കൃത്യമായിട്ട് ഫെബ്രുവരി 15 മത്സരത്തിനായിട്ട് ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുന്നു. മാത്രമല്ല ICC പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കും. അതായത് അവർ ഷെഡ്യൂൾ അനുസരിച്ച് ദേ വിൽ പ്രാക്ടീസ് ആസ് പെർ ഷെഡ്യൂൾ. മാത്രമല്ല ഡു എ പ്രസ് കോൺഫറൻസ്. ഇന്ത്യ അവിടെ ചെന്നിട്ട് പ്രസ് കോൺഫറൻസ് നടത്തും, മത്സരത്തിന് മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടത്തും. എന്നിട്ട് റീച്ച് ദി സ്റ്റേഡിയം അക്കോർഡിംഗ് ടു ടൈം ആൻഡ് വെയിറ്റ് ഫോർ ദി മാച്ച് റെഫറി ടു കോൾ ഓഫ് ദി മാച്ച്. അതായത് ഇന്ത്യ കൃത്യസമയത്ത് സ്റ്റേഡിയത്തിലെത്തും, ടോസിനൊക്കെ റെഡി ആയിട്ടൊക്കെ എത്തും. പക്ഷേ എതിർ ടീം വരാത്തത് കൊണ്ട് പിന്നെ മാച്ച് റെഫറി മത്സരം കോൾ ഓഫ് ചെയ്യുമല്ലോ, അതാണ് പ്രൊസീജിയർ. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യ എന്തായാലും പാകിസ്ഥാനിനെ കളിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ ശ്രീലങ്കയിലേക്ക് പോകും. കളിക്ക് റെഡി ആയിട്ട് തന്നെയായിരിക്കും ഇന്ത്യ ഉണ്ടാവുക. പിന്നെ മാച്ച് കോൾ ഓഫ് ചെയ്താൽ ഇന്ത്യക്ക് 2 പോയിൻ്റ് കിട്ടും, അത് നമുക്കറിയാം. സോ അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ANI BCCIയുടെ ഒരു സോഴ്സിനും തിരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.